ഓക്കെ, അപ്പോൾ ഞാൻ അയച്ച ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആൻഡ് അതിൻ്റെ ഒരു കാര്യം കൂടി നമുക്കിവിടെ ചേർക്കാം. എന്നാണ്, ഏത് ഡേറ്റിനാണ് ഇത് ചെയ്യുന്നത്? ആസ് ഓൺ 31st December 2017. ഓക്കെ, അപ്പോൾ ആ ഡേറ്റ് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. വൈ വി ഹാവ് ടു നോ ദാറ്റ്? എന്നാലാണ് നമ്മുടെ കാൽക്കുലേഷൻ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് എന്താണ്? ആ നെറ്റ് പ്രോഫിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം? P&L അക്കൗണ്ട് എന്നെഴുതിയാൽ മതി. ഓക്കെ, ശരി. അപ്പോൾ അതിൽ എത്രയാണ് ഇതിൻ്റെ പ്രോഫിറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളതാണ് അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടോ? P&L നെറ്റ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ ദ P&L അക്കൗണ്ട്, യെസ്, 2 ലക്ഷം. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് മീൻസ് ദ പ്രോഫിറ്റ് ബിഫോർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് സോയിൻസോ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 ലക്ഷം നമ്മളത് എഴുതി. ഇനി ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യണം. അപ്പോൾ ഞാനത് മനസ്സിലാകാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അതിൻ്റെ നമ്പർ ഫോർമാറ്റ് മാറ്റുന്നുണ്ട്. ഓക്കെ, നമ്പറിലേക്ക് ആക്കി കഴിഞ്ഞാൽ എന്നിട്ട് കോമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാവും, വായിക്കുന്നത് എളുപ്പത്തിലാവാൻ വേണ്ടിയിട്ട് അത് ചെയ്യാം. ഓക്കെ, എന്തായാലും പോയിൻ്റൊന്നും നമ്മൾ എടുക്കുന്നില്ല, ഡെസിമലൊന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പോൾ P&L അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീടുള്ള എലമെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ ക്വസ്റ്റ്യനിൽ ഓരോന്നും വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി ഉള്ളത് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവർ ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ 5000 രൂപ സാലറി ഉണ്ട് ഒരാൾക്ക് എന്ന് പറയുന്നുണ്ട്. പെർ മന്ത് 5000 രൂപ സാലറി. ആരുടെയാണ് ആ സാലറി? പട്ടാഭിരാമൻ്റെ സാലറിയാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആദ്യം എഴുതണം. അപ്പോൾ സാലറി കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഫേവറബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. പ്രോഫിറ്റ് കുറയുന്നൊരു സാധനമായതുകൊണ്ട് നമുക്കത് ഇവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ടു സാലറി ഒരു ഹൈഫൻ ഇട്ടിട്ട് പട്ടാഭിരാമൻ എന്നെഴുതിയാൽ മതി. ഓക്കെ, പട്ടാഭിരാമൻ. ഓക്കെ, പട്ടാഭിരാമൻ എന്ന് പറയുന്ന ആൾക്കാരെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പോൾ അത് 5000 വെച്ചിട്ടാണ്. അപ്പോൾ 5000 വെച്ചിട്ട് എത്ര മാസത്തേക്ക് വേണം നമുക്ക്? 12 മാസത്തേക്ക് വേണം. ഫുൾ ഒരു അക്കൗണ്ടിങ് സൈക്കിൾ തന്നെ ഉപയോഗിക്കുന്ന ഒരു ഫുൾ അക്കൗണ്ടിങ് കലണ്ടർ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 5000 ഇൻറ്റു 12, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60,000 സാലറി കൊടുക്കണം. പിന്നീട് പറയുന്ന കാര്യം എന്താണ്? സാലറി ഓഫ് 5000 പെർ മന്ത് ആൻഡ് സംഗീത് കേടിയ ദ സെക്കൻഡ് പേഴ്സൺ ഈസ് എൻറ്റൈറ്റിൽഡ് ഫോർ എ കമ്മീഷനാണ്. അപ്പോൾ അദ്ദേഹത്തിന് കമ്മീഷനാണ്. കമ്മീഷൻ നെറ്റ് പ്രോഫിറ്റിൻ്റെ 2%. നെറ്റ് പ്രോഫിറ്റ് എത്രയാണ്? 200,000 അഥവാ 2 ലക്ഷം. അപ്പോൾ ഈ 200,000 എന്ന് പറയുന്ന ഭാഷ എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ 200,000 2% അദ്ദേഹത്തിന് കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടു കമ്മീഷൻ ആളുടെ പേര് ഒരു ഹൈഫൻ ഇട്ടിട്ട് സംഗീത് കേടിയ. ഓക്കെ, അപ്പം അത് എത്രയാണ്? 2% ഓഫ് ദി നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഇൻറ്റു 2/100, അപ്പോൾ അത് 4000 വന്നു. ഓക്കെ, പിന്നീട് നമുക്കുള്ള എന്താണ്? അത് കഴിഞ്ഞു ക്വസ്റ്റ്യനിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം മറ്റൊന്ന് എന്താ പറഞ്ഞിട്ടുള്ളത്? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇഫ് ഇറ്റ് ഈസ് നോട്ട് സെറ്റ് ഇൻ ദി പാർട്ട്ണർഷിപ്പ് ഡീഡ് ഇറ്റ് ഷുഡ് ബി 6%. അത് ഇൻട്രസ്റ്റ് ഓൺ അഡ്വാൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 8% പറഞ്ഞിട്ടുള്ളത് കൊണ്ട് എടുക്കാം, ഇല്ലെങ്കിലൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതില്ല. പ്ലീസ് റിമെമ്പർ ദാറ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ IOC പറഞ്ഞിട്ടില്ലെങ്കിൽ IOC കിട്ടില്ല ആർക്ക്? പാർട്ട്നേഴ്സിന്. അപ്പോൾ 8% IOC കൊടുക്കാം. ബട്ട് ഹിയർ എന്തെങ്കിലും ഒരു കോംപ്ലക്സിറ്റി അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. എഫക്റ്റീവ് ക്യാപിറ്റൽ എമൗണ്ടിനാണ് അല്ലെങ്കിൽ നെറ്റ് ക്യാപിറ്റൽ പൈസ ഇട്ടതിന് ശേഷം അതിൽ നിന്ന് വിഡ്രോവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡ്രോയിങ്സ് അല്ല വിഡ്രോവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ കുറയും. മനസ്സിലായില്ല? അപ്പോൾ ഇതിൽ വിഡ്രോവൽ എവിടെയെങ്കിലും പറയുന്നുണ്ടോ, ഡ്രോയിങ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ 8% ഇൻട്രസ്റ്റ് കൊടുക്കണം. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 12% ഉണ്ട്. മനസ്സിലായില്ല? പിന്നെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഡ്യൂ ടു ലാക്ക് ഓഫ് സഫിഷ്യൻറ്റ് ഫണ്ട് ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ, ഒരാൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. 50,000 ഈച്ച് ബൈ ബോത്ത് ദ പാർട്ട്നേഴ്സ്. രണ്ടുപേരും ഒരു 50,000 കൊണ്ടുവന്നിട്ടുമുണ്ട്. ഓക്കെ,
പിന്നെ ഡ്രോയിങ്സ് ഓഫ് സംഗീത് കേഡിയ 30,000 ഓൺ 1 ഡിസംബർ. ഒരു 30,000 ഡ്രോയിങ്സ് ഉണ്ട്, ആൾ തിരിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ശരിക്കും ഇത് വിഡ്രോവൽ എന്ന് പറയണം. വിഡ്രോവൽ എന്ന് പറഞ്ഞാലാണ് ക്യാപിറ്റൽ നിന്ന് കുറയുക എന്നാണ്. ഓക്കെ, അപ്പോൾ 30,000 അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ്സ് ഉണ്ട്. അപ്പം അത് കഴിഞ്ഞു ഇട്ടുള്ള പൈസയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടുകയുള്ളൂ. പക്ഷേ ഒരു 50,000 തിരിച്ചിങ്ങോട്ട് ഇട്ടിട്ടുണ്ട് എന്നും പറയുന്നുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ ഉണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവരുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാണാനുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെയും കാൽക്കുലേഷൻസ് ക്വസ്റ്റ്യനിൽ എന്തായാലും വരുന്നതാണ്, പൊതുവെ പരീക്ഷയ്ക്ക് വരുന്നതാണ്. അപ്പം അതാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ്. അതായത് ക്യാപിറ്റലിന് എന്തൊക്കെ ചേഞ്ച് വരുന്നു, ആ ചേഞ്ച് വരുന്ന ഓരോ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ഓരോ കാൽക്കുലേഷൻസ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. മൾട്ടിപ്പിൾ ലെവൽ നമ്മളതിനെ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാനതിൻ്റെ താഴത്തായിട്ട്, ഈ ഷീറ്റിൻ്റെ താഴത്തായിട്ട് അതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് കാണിക്കാം. എങ്ങനെയാണ്, അല്ലെങ്കിൽ വലതുവശത്തോ എവിടെയെങ്കിലും വേണ്ട, അടുത്തൊരു ഷീറ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ എന്നിട്ട് കാൽക്കുലേഷൻ ഓഫ് IOC. ഓക്കെ, IOCയുടെ കാൽക്കുലേഷൻ. അപ്പം ഇനി ആദ്യത്തെ ആളുടെ കാൽക്കുലേഷൻ. ആദ്യത്തെ ആളുടെ ശരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് പ്രകാരം സംഗീത് കേഡിയ ഈസ് ദ ഫസ്റ്റ് പേഴ്സൺ. ഓക്കെ, അപ്പോൾ സംഗീത് കേഡിയ. ഓക്കെ, സംഗീത് കേഡിയയുടെ കാൽക്കുലേഷനാണ് നമുക്ക് ആദ്യം കാണിക്കാം. സംഗീത് കേഡിയ എന്ന് പറയുന്ന ആള് വിഡ്രോവൽ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയായിരുന്നു? ആളുടെ 3 ലക്ഷമാണ്. അപ്പോൾ 3 ലക്ഷം ആദ്യം അയാൾ ഇട്ടിട്ടുണ്ട്. ആ 3 ലക്ഷം ജനുവരിയിൽ ഇട്ടു. നെക്സ്റ്റ് പിന്നെ ലാസ്റ്റ് ഡിസംബർ വരെ ഇല്ല, ഇടയ്ക്ക് വെച്ചിട്ട് പൈസ എടുത്തല്ലോ. അപ്പോൾ ആ എടുക്കുന്നത് വരെ ഏത് മാസത്തിലാണ് അയാൾ പൈസ എടുത്തത്? സംഗീത് പൈസ എടുത്തത് ഡിസംബർ 1-ാം തീയതിയാണ്. ഡിസംബർ 1-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ വരെ അയാളുടെ ഫുൾ ക്യാപിറ്റൽ കമ്പനിയിലുണ്ട്. അപ്പോൾ 11 മാസത്തെ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 3 ലക്ഷം ഇൻറ്റു എത്ര പെർസെൻ്റാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞത്? 8. ഓക്കെ, ബൈ 100. ഇനി അത് 11 മാസത്തിലാക്കണം. ഇൻറ്റു 11/12. അപ്പോൾ അയാൾക്ക് 22,000 കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും അയാളുടെ പൈസ അവിടെ തന്നെ ഉണ്ട്. പക്ഷെ പിന്നെ ഉള്ളത് എത്രയാണ്? പിന്നെ ഉള്ളത് ഇങ്ങനെയാണ്: 3 ലക്ഷം 300,000 മൈനസ് അദ്ദേഹം വിഡ്രോവൽ ചെയ്തത് എത്രയാണ്? 30,000 ആണ്. ഓക്കെ, 30,000. ആ എമൗണ്ടിൻ്റെ മേലെ 8% ബൈ 100. അത് എത്ര മാസത്തേക്കാണ്? 1 മാസത്തേക്കേ ഉള്ളൂ. ഡിസംബറിൽ ക്ലോസ് ചെയ്യാണല്ലോ കണക്ക്. അപ്പോൾ ഇൻറ്റു 1/12. അപ്പോൾ എത്ര കിട്ടി? 1,800 രൂപയും കൂടി അയാൾക്ക് IOC ഉണ്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് അയാൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അഡീഷണൽ ക്യാപിറ്റൽ എപ്പോഴാണ് കൊണ്ടുവന്നത്? ദേ ബ്രോട്ട് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് 50,000 ബൈ ബോത്ത് ദ പാർട്ട്നേഴ്സ് ഓൺ ജൂലൈ 1. ജൂലൈ 1-ാം തീയതി അവർ പിന്നെ 50,000 അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത്. അപ്പോൾ നമുക്ക് ആ ജൂലൈ ഡേറ്റ് മുതൽ അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അഡീഷണൽ ക്യാപിറ്റൽ ജൂലൈ 1-ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂലൈ മുതൽ ഡിസംബർ വരെ എത്ര മാസമുണ്ട്? ജൂൺ വരെ 6 മാസം. അപ്പോൾ ജൂലൈ മുതൽ 6 മാസം. അപ്പോൾ 6 മാസത്തെ നമ്മൾ കാൽക്കുലേഷൻ അത് വേറെ ചെയ്യുന്നു. എത്ര രൂപയ്ക്ക്? അഡീഷണൽ ക്യാപിറ്റൽ എമൗണ്ടിന് മാത്രം 50,000 ഇൻറ്റു 8/100 ഇൻറ്റു 6 മാസമല്ലേ, 6/12. അപ്പോൾ അതെത്ര കൊടുക്കണം? ഒരു 2,000 രൂപയും കൂടി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഗീത് കേഡിയ വിൽ ഗെറ്റ് 25,800 ആസ് ദി ടോട്ടൽ IOC. ഓക്കെ, ടോട്ടൽ IOC. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടേണ്ടത് അതാണ്. നെക്സ്റ്റ് പട്ടാഭിരാമൻ ഒരു H ഉണ്ട്. പട്ടാഭിരാമൻ. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറയുകയാണെങ്കിൽ പട്ടാഭിരാമൻ്റെ ക്യാപിറ്റൽ എത്രയായിരുന്നു? 200,000. അപ്പോൾ നമ്മൾ 200,000 ഇൻറ്റു 8% ബൈ 100 ഇൻറ്റു
എന്നാണ് അയാൾ വിഡ്രോവൽ ചെയ്യുന്നത്? അദ്ദേഹം വിഡ്രോവൽ ചെയ്യുന്നത് പട്ടാഭിരാമൻ 20,000 വിഡ്രോവൽ ചെയ്തത്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അത് 31 മാർച്ചിനാണ്. ഓക്കെ, അപ്പോൾ 31 മാർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 മാർച്ച് വരെ ജനുവരി ഫെബ്രുവരി മാർച്ച് 3 മാസം അയാൾക്ക് ഫുൾ എമൗണ്ടിന് കിട്ടും. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടല്ലേ 20,000 കട്ടാവണുള്ളൂ. അപ്പോൾ 3 മാസത്തേക്ക് അയാൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? അത് കൊടുക്കാം. 2 ലക്ഷം ഇൻറ്റു 8/100 ഇൻറ്റു 3/12. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് 4,000 അത് കിട്ടും. പിന്നീട് 4,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ 20,000 എടുത്താൽ 2 ലക്ഷത്തിന് എത്ര ബാക്കിയുണ്ട്? 180,000. ഓക്കെ, ഇപ്പോൾ 180,000 ഇൻറ്റു 8/100 ഇൻറ്റു, അപ്പം ഇനി എത്ര മാസമുണ്ട്? മാർച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസം കഴിഞ്ഞാൽ ഇനി 9 മാസമുണ്ട് അല്ലേ? അപ്പോൾ 9/12. അപ്പോൾ അദ്ദേഹത്തിന് എത്ര കൂടി കിട്ടും? 10,800 കൂടി കിട്ടും. പിന്നെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. അഡീഷണൽ ക്യാപിറ്റൽ 2 പേർക്കും ഒരേപോലെ തന്നെയാണ് കാൽക്കുലേഷൻ വരിക. അപ്പോൾ ഞാൻ ഇവരുടെ കാൽക്കുലേഷൻ വേണ്ട, അതെടുക്കണ്ട, വീണ്ടും ചെയ്യാം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 50,000 ഇൻറ്റു 8/100 ഇൻറ്റു 6/12. ഓക്കെ, 2,000. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് കിട്ടുന്നത് 16,800 രൂപ അദ്ദേഹത്തിൻ്റെ IOC ഉണ്ട്. അപ്പോൾ നമുക്ക് IOCയുടെ കാൽക്കുലേഷൻ മൊത്തമായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇനി IOCയുടെ എൻട്രി ഇടാം. ഒരാൾക്ക് 25,800ഉം ഒരാൾക്ക് 16,800ഉം. അപ്പോൾ ഇവിടെ എഴുതുക IOC. ഓക്കെ, IOC നമുക്ക് ശരിക്കും ടോട്ടൽ ചെയ്തിട്ടാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്തിടുമ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 42,600 വരും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 42,600 എഴുതി. IOCയും ഒരു അൺഫേവറബിൾ തിങ് ആണ്. കമ്പനിക്ക് ലാഭം അല്ലെങ്കിൽ ഡിവിസിബിൾ പ്രോഫിറ്റ് കുറയുന്നൊരു പരിപാടി ആയതുകൊണ്ടാണ് അത് വരുന്നത്, 42,600 വരുന്നത്. ഓക്കെ, അപ്പോൾ IOC കഴിഞ്ഞു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കഴിഞ്ഞു. ഇനി നമുക്കുള്ള എന്താണ്? ഇനി നമുക്ക് എന്താണുള്ളത്? പിന്നെ പിന്നെ ഡ്രോയിങ്സ് ഉണ്ടല്ലോ കമ്പനിയിൽ. അപ്പോൾ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അത് നമുക്ക് എവിടെ വരിക? റൈറ്റ് സൈഡിലാണ് വരുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈ IOD അഥവാ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതണം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഞാൻ ഈ അഡീഷണൽ ഷീറ്റിൽ എഴുതുന്നു. കാൽക്കുലേഷൻ ഓഫ് IOD. ഓക്കെ, IODയുടെ കാൽക്കുലേഷൻ നമുക്ക് ചെയ്ത് നോക്കാം. IODയുടെ കാൽക്കുലേഷൻ പിന്നെ എന്താണ്? ഓക്കെ, അപ്പോൾ അത് വരുന്നത് ഒരാൾ എടുക്കുന്നത് എന്നാണ് ഡ്രോയിങ്സ് എടുക്കുന്നത്? ഡ്രോയിങ്സിൻ്റെ ഡേറ്റ് എവിടെ പറയുന്നത്? 50,000 ഈച്ച് അതല്ലല്ലോ. ഡ്രോയിങ്സ് ഓഫ് സംഗീത് കേടിയ 30,000 ഡിസംബർ 1-ാം തീയതി. ഡിസംബർ 1-ാം തീയതി എടുത്തു കഴിഞ്ഞാൽ ഡിസംബറിലാണ് നമ്മൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നുള്ളത്. ആകെ ഒറ്റ മാസമാണ് അയാൾക്ക് ഡ്രോയിങ്സ് വരുന്നുള്ളൂ. അപ്പം അയാളുടെ പേര് സംഗീത് കേടിയ. ഓക്കെ, സംഗീത് കെ. ഓക്കെ, നോ പ്രോബ്ലം. അപ്പം സംഗീത് കേടിയയ്ക്ക് 1 മാസമാണ് നമുക്ക് ആകെ ഇത് വരുന്നുള്ളൂ. അപ്പം അദ്ദേഹം എടുത്തത് എത്രയാണ്? 30,000 ആണ്. 30,000 ഇൻറ്റു എത്ര പെർസെൻറ്റ് കൊടുക്കണം എന്നാണ് പറഞ്ഞുള്ളത്? അതിന് അപ്പോൾ പിന്നെ പലിശ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിൽ എവിടെയാണ് പറയുന്നത്? ഡ്രോയിങ്സ് എത്ര പറയണ്ടല്ലോ, 12% കൊടുക്കണം എന്നാണ്. അപ്പോൾ 12/100 ഇൻറ്റു 1/12. ഓക്കെ, അപ്പോൾ എത്രയാണ്? 300 രൂപയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളൂ. രണ്ടാമത്തെ ആളുടെ പേരെന്താ? പട്ടാഭിരാമൻ എത്ര ഉണ്ട്? അദ്ദേഹം എടുത്തിരിക്കുന്നത് 20,000 ആണ്. ആ 20,000 എന്നാ വരുന്നത്? അത് വരുന്നത് 31 മാർച്ചിനാണ്. അപ്പോൾ 3 മാസം കഴിഞ്ഞാൽ അയാൾക്ക് 9 മാസം അയാൾക്ക് പലിശ വരുന്നുണ്ട് IOD. ഓക്കെ, അപ്പോൾ അത് വരുന്നത് 20,000 ഇൻറ്റു 12/100 ഇൻറ്റു 9/12. ഈ 12 എന്താണ്? ഒരു വർഷത്തിൽ 12 മാസം, അതാണ്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുന്നത് 1800. അപ്പോൾ മൊത്തത്തിൽ എത്രയാണ്? മൊത്തത്തിൽ 2100. ഓക്കെ, അപ്പോൾ നമുക്ക് ബൈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 2100 എഴുതി. ഇനി ഇത്രയും എലമെൻറ്റ്സ് ആണ് ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇത് ടോട്ടൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 202,100. ആ ബാലൻസ് ഇങ്ങോട്ട് എടുത്തിട്ടു, ആ ടോട്ടൽ ഇങ്ങോട്ട് എടുത്തിട്ടു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിൽ എത്ര ബാലൻസ് ഉണ്ട് എന്ന് നോക്കുക. എത്ര ബാലൻസ് ഉണ്ട് നോക്കാനായിട്ട് ആദ്യം എന്താ വേണ്ടത്? ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സമ്മ് കാണാം. ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടി സമ്മ് കാണുമ്പോൾ അടിയിൽ നോക്കിയാൽ മനസ്സിലാവും 106,600. 106,600. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസ് കണ്ടുനോക്കാം. ഇത് മൈനസ് 106,600. ടോട്ടൽ എത്ര വരുന്നുണ്ട്? 95,500. 96,500. ഓക്കെ, 96,500 ആണ് വരുന്നത്. ഓക്കെ, അപ്പം ഈ 96,500 എടുത്തിട്ട് 2 പേർക്കും കൂടി വീതിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി ചെയ്യാനായിട്ടുള്ളൂ. മനസ്സിലായില്ലേ? എത്രയാണ് വന്നിരുന്നത്? 96,500. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ 96,500നെ വീതിച്ചു കൊടുക്കുന്നതിനുള്ള പരിപാടികൾ ആലോചിക്കാം. അപ്പോൾ അതിന് എന്ത് എൻട്രിയാണ് ഇടേണ്ടത്? ടു SKDR ആൻഡ് ടു പി രാമൻ. ഓക്കെ, ഫൈൻ. ഇനി അതിൻ്റെ റേഷ്യോ നമ്മൾ ചെക്ക് ചെയ്യാം. 2:1 എന്നുള്ള റേഷ്യോയാണ്. അപ്പോൾ പ്ലസ് 95,500 ഇൻറ്റു 2/3. ഓക്കെ, ഒരാൾക്ക് 63,667 മറ്റാൾക്ക് 95,500 ഇൻറ്റു 1/3. ഓക്കെ, 31,833. ഓക്കെ, പക്ഷേ ഇത് കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 സൈഡും ഈക്വൽ ആവണം. 1 രൂപയുടെ വ്യത്യാസം ഈസ് ഓൾ ഫൈൻ. ഇത് കൂട്ടുമ്പോൾ കറക്റ്റാണ്. 2 സൈഡും ഒരേപോലെയുള്ള എമൗണ്ടാണ് വരുന്നത്. 202,100, 202,100. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യനാണ്. അതായത് ഈ വേറെ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരാനുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ കടക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിൻ്റെ കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള കാൽക്കുലേഷൻസിലേക്ക് കടക്കുന്നതിന് മുൻപുള്ളൊരു ടിപ്പിക്കൽ ചോദ്യം. ഇത്തരമൊരു ചോദ്യം പരീക്ഷയ്ക്ക് എന്തായാലും വരും. ഇനിയിപ്പം അവരിടുന്നത് എത്ര മാർക്കിൻ്റെ ചോദ്യമാണെന്നുള്ളതനുസരിച്ചിരിക്കും കേട്ടോ. ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ, ഫൈനൽ ഇയറിനൊക്കെ വരുന്ന മാതിരി ഒരു ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ഇത്തരമൊരു ചോദ്യം എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നന്നായിട്ട് thoroughly പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാനായിട്ട് സെൻഡ് ചെയ്യാം.